ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 4 പൊങ്കൽ സംക്രാന്തി റിലീസുകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ജയറാമിന്റെ അബ്രഹാം ഓസ്ലർ എന്ന സിനിമ ഇന്ന് സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻ പരിപാടികൾ, ഇന്റർവ്യൂസ്, പ്രസ് മീറ്റ് എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ്. അയലാൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന ഒരു സയൻസ് ഫിക്ഷൻ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമാണ് പുറത്തു വന്നത്. ഒരു ഡീസന്റ് മികച്ച ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒട്ടനേകം VFX ഷോട്ട്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ് അയലാൻ. ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ശിവകാർത്തികേയന്റെ സിനിമ അടുത്ത ആഴ്ച ജനുവരി 12 തിയേറ്ററുകളിലേക്ക് എത്തും. പൊങ്കൽ റിലീസായിട്ട് എത്തുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് ധനുഷ് നായകനായി എത്തുന്ന ക്യാപ്റ്റൻ മില്ലർ. ചിത്രത്തിന്റെയും ട്രെയിലർ നാളെ പുറത്തു വരികയാണ്. നാളെ ജനുവരി 6 വൈകിട്ടോടെ ധനുഷിന്റെ വമ്പൻ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നതാണ്. ആ ട്രെയിലർ കൂടി കാണുവാനായിട്ട് കാത്തിരിക്കാം. നാളെ മറ്റൊരു ട്രെയിലർ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അതും സംക്രാന്തി റിലീസിന്റേത് തന്നെയാണ്. മഹേഷ് ബാബുവിന്റെ സർക്കാർ വാരിപ്പാത എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ മാസ് എന്റർടൈനർ സിനിമയാണ് ഗുണ്ടൂർക്കാരം. നാളെ സിനിമയുടെ പ്രീ റിലീസ് ഇവന്റും ട്രെയിലർ ലോഞ്ചും നടക്കുകയാണ്. ഹൈദരാബാദിൽ വെച്ച് നാളെ ജനുവരി 6 വൈകിട്ടോടെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവരും. അടുത്തയാഴ്ച ജനുവരി 12 സിനിമ റിലീസ് ചെയ്യും. തങ്കമണി റിലീസ് നേരത്തെ ചാർട്ട് ചെയ്ത ജനുവരി 19 നേരത്തെ റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണല്ലോ തലവൻ. ഇപ്പോഴത്തെ തലവന്റെ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ജിസ്റ്റോയുടെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ നിലവിൽ ഫെബ്രുവരിയിലെ അവസാന ആഴ്ചയിലേക്കാണ് റിലീസ് മാറ്റിയിരിക്കുന്നത്. അതേസമയം തലവൻ റിലീസ് മാറ്റിയ വേളയിൽ ജനുവരി 19 ഷൈൻ ടോം ചാക്കോ നായകനായി എത്തുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ആയിട്ടുണ്ട്. ബിജു മേനോൻ നായകനായി എത്തുന്ന അടുത്തൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് തുണ്ട്. സിനിമ ഫെബ്രുവരി 16 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. 2024 ആദ്യത്തെ മോളിവുഡിലെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടന്റെ ലിജോ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സിനിമയുടെ ഫാൻ ഷോ കൗണ്ട് 100-ലധികം കടന്നിരിക്കുകയാണ്. ഇനിയും 20ഓളം ദിവസങ്ങൾ സിനിമയുടെ റിലീസിനായിട്ട് ബാക്കി നിൽക്കുമ്പോൾ അത് ഏതറ്റം വരെ പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അതേസമയം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ട് എന്നും അതിന്റെ അപ്ഡേറ്റുകൾ ഉടൻ പുറത്തു വരുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അത് എവിടെ വെച്ച് നടക്കും, ഒപ്പം തന്നെ ഓഡിയോ ലോഞ്ചിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ടർബോ. ഏകദേശം 100-ലധികം ദിവസത്തെ ചിത്രീകരണമുള്ള സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി മധ്യത്തോടെ പൂർത്തിയാകും. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമയ്ക്ക് ശേഷം ഉടനെ മമ്മൂക്ക അടുത്ത സിനിമയിലേക്ക് ജോയിൻ ചെയ്യില്ല എന്നും ഏകദേശം 1-2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമേ അടുത്ത സിനിമയിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടർബോയ്ക്ക് ശേഷം മമ്മൂക്ക ജോയിൻ ചെയ്യുക മഹേഷ് നാരായണൻ സിനിമയിലേക്കാണ്. ആ ചിത്രത്തിനും 100-ലധികം ദിവസത്തെ ചിത്രീകരണമുണ്ട്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിലായിരിക്കും മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമകളുടെ റിലീസും പ്രൊമോഷൻ പരിപാടികളും. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സിനിമകളുടെ വാർത്തകൾക്കായി.